പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പണ്ട് മഹാബലി എന്ന ചക്രവർത്തി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു. അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിരുന്നു. മാവേലി നാടുവാണിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളമില്ല, ചതിയില്ല, മറ്റ് വിഷമങ്ങളില്ല, മറ്റാളുകൾ പരസ്പരം ഉപദ്രവിക്കത്തില്ല. എല്ലാം കൊണ്ട് ആ ഭരണകാലം സമ്പന്നമായിരുന്നു. അപ്പോൾ അന്ന് മനുഷ്യർ അവരുടെ നാവിൽ നിന്നുയരുന്നത് മഹാബലി എന്ന് പറയുന്ന ആ വലിയ ചക്രവർത്തിയുടെ പേരായിരുന്നു. അപ്പോൾ അന്ന് ദേവന്മാർ, അപ്പോൾ മഹാബലി ഇത്തരത്തിൽ നാടുവാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യരാരും നമ്മെ വിളിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാബലിയെ കുരുക്കുന്നതിന്, മഹാബലിയെ നാട് കടത്തുന്നതിന് തീരുമാനിക്കുകയും മഹാവിഷ്ണു വാമന വേഷം ധരിച്ച് മാവേലിയുടെ അടുക്കെ എത്തുകയുമായിരുന്നു. മാവേലിയുടെ അല്ലെങ്കിൽ മഹാബലിയുടെ അടുത്ത് വന്ന് വാമന വേഷത്തിലെത്തിയ മഹാവിഷ്ണു 3 ചുവട് മണ്ണ് ആവശ്യപ്പെടുകയാണ്. ദാനശീലനായ മഹാബലി വളരെ സന്തോഷത്തോടെ 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ അനുവദിക്കുന്നു. പെട്ടെന്ന് തന്നെ ആകാശമുട്ട് വളർന്ന മഹാവിഷ്ണു 2 ചുവട് കൊണ്ട് എല്ലാം അളന്നെടുത്തതിന് ശേഷം ഇനി എന്താണ്, എവിടെ 3ാമത്തെ ചുവട് മണ്ണ് അളക്കാൻ എവിടെയാണ് സ്ഥലമെന്ന് ചോദിക്കുക. സ്ഥലം പിന്നെ കാണിച്ചു കൊടുക്കാനില്ല. മാവേലി തല കുനിച്ച് എൻ്റെ തലയിൽ ആ തല ഇതിൽ വെച്ച് അളന്നെടുത്തുകൊള്ളാൻ അനുവദിക്കുക. അങ്ങനെയാണ് മഹാബലി ഭൂമിക്കടിയിലേക്ക്, വാമനനാൽ ഭൂമിക്കടിയിലേക്ക് പോയി അപ്രത്യക്ഷനായി. എന്നാൽ മഹാവിഷ്ണു, വാമനനായ മഹാവിഷ്ണു താൻ ചെയ്ത തെറ്റാണെന്നും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ കേരളം സന്ദർശിച്ച് തൻ്റെ പ്രജകളെ കാണാൻ അനുവാദം കൊടുക്കുകയാണ്. അതാണ് മഹാബലി വരുന്ന, മാവേലിയായി വരുന്ന ആ നാളാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. അപ്പം മാവേലി വരുമ്പോൾ അന്ന് മഹാബലി ഭരിച്ചിരുന്ന ആ സമയത്തെ അസന്തോഷവും സമാധാനവും ഒരുമപ്പും ഏകോദര സഹോദരന്മാർ പോലെയുള്ള ഒറ്റക്കെട്ടായി നിൽക്കേണ്ട, അതേപോലെ നിന്ന് നമ്മൾക്ക് ആരെ വരവേൽക്കണം? മാവേലിയെ വരവേൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമാവും.
അയ്യോ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിലെ മനുഷ്യരുടെ സ്ഥിതി ഇതാണോ? അപ്പോൾ നമ്മൾ കടവും ഏതെങ്കിലും തരത്തിൽ എല്ലാ പൈസയൊക്കെ വെച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ മഹാബലിയെ ആയ ആ മാവേലിയെ കാണാൻ അദ്ദേഹത്തിന് വിളിക്കപ്പെട്ട ദിവസം ഈ ഓണ സമയത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഓണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ, അന്ന് മഹാബലി നാട് വാണിടുന്ന കാലം മനുഷ്യർ ഒന്നായിരുന്നു, മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് പോകാനാണ് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ അന്നു മുതൽ സ്വപ്നം കാണുകയാണ്. നമുക്ക് ശേഷം വന്ന എല്ലാ തലമുറയും അങ്ങനെ സ്വപ്നം കണ്ട് ഒരു നടക്കാത്ത സ്വപ്നം പോലെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു കാലം ഒരുപക്ഷെ ഒരുപാട് ജനറേഷൻ പിന്നിട്ടതിന് ശേഷം ഒരുപക്ഷെ വന്നേക്കാം. എല്ലാ മനുഷ്യർക്കും, എല്ലാ സ്നേഹിതന്മാർക്കും എൻ്റെ ഓണാഘോഷം അറിയിക്കുന്നു.